മൊഡ്യൂൾ 2 ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 2 ട്രിഗണോമെട്രി ആണ്. അതിൽ നമുക്ക് ഒരുപാട് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതിൽ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഒക്കെ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റിന് ചോദിക്കാവുന്നതാണ്. ഇതിൽ തന്നെ ഫസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റിന് ചോദിക്കാവുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഡിഗ്രി ടു റേഡിയനും റേഡിയൻ ടു ഡിഗ്രിയും വേണ്ടി കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് π/3 എന്ന് പറയുന്ന ഒരു റേഡിയൻ തന്നിട്ട് അതിനെ ഡിഗ്രി മെഷറിലേക്ക് ആക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ π/3 × 180/π ചെയ്യണം. 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഡിഗ്രി മെഷറിലേക്ക് ആവും. അപ്പോൾ പൈയും കൂടി എന്ത് ചെയ്തു പോകും, ക്യാൻസൽ ചെയ്ത് പോകും. 3ഉം 180ഉം കൂടി ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ π/3യുടെ റേഡിയൻ ഡിഗ്രി മെഷർ എന്ന് പറയുന്നത് എത്രയാണ്, 60 ഡിഗ്രിയാണ്. നേരെ തിരിച്ച് നമ്മളോട് ചോദിക്കാം 30 ഡിഗ്രിയുടെ റേഡിയൻ മെഷർ എത്രയെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 30 × ഇവിടെ 180/π ആണ് ചെയ്തത്. അപ്പോൾ നേരെ തല തിരിച്ചിടുക, π/180 ചെയ്യാം. π/180 ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 0 0 വെട്ടിപ്പോയി, പിന്നെ 3 18 6 പ്രാവശ്യം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, π/6 റേഡിയൻ എന്ന് കിട്ടും. ഇതാണ് 1 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് sin a + cos a ഹോൾ സ്ക്വയർ = 1 + 2 sin a cos a. ട്രിഗണോമെട്രിയിൽ ഇങ്ങനത്തെ പ്രൂവ് ദാറ്റും ഷോ ദാറ്റും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം LHS എടുക്കുക. LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഏതാ വരുന്നത്, sin a + cos a ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റിയാണ് a + b ഹോൾ സ്ക്വയർ ആണ്. a + b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² + 2ab + എന്താണ് b² ആണ്. ഇവിടെ a ആയിട്ട് sin a എടുക്കണം, b ആയിട്ട് ആരെയും എടുക്കണം, cos a എടുക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, a² എന്ന് പറയുമ്പോൾ എന്ത് വരും, sin a ഹോൾ സ്ക്വയർ + 2 × sin a × cos a പ്ലസ് എന്ത് വരുന്നുണ്ട്, cos a ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ sin a ഹോൾ സ്ക്വയർ പറഞ്ഞാൽ സൈൻ്റെ സ്ക്വയർ ആണ്. അതിന് നമുക്ക് എന്ത് എഴുതാം, sin² a എന്ന് എഴുതാം. പ്ലസ് 2 × sin a cos a ഇൻറ്റു ഇല്ലാതെ നമുക്ക് എഴുതാം, 2 sin a cos a പ്ലസ് എന്ത് എഴുതാം, cos² a എന്ത് എഴുതാം, cos a ഹോൾ സ്ക്വയർ നമുക്ക് cos² a എഴുതാം. ഇനി ഒന്നാമത്തെയും മൂന്നാമത്തെയും ടേമിനെ നമ്മൾ ഒരുമിച്ച് എഴുതാം. അപ്പോൾ sin² a പ്ലസ് cos² a പ്ലസ് എന്ത് വരും, 2 sin a cos a ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, sin² θ + cos² θ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. 1 പ്ലസ് എന്ത് വരും, 2 sin a cos a. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. അത് കിട്ടിയല്ലോ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രൂവ് ദാറ്റ് cosec θ / cosec θ - 1 പ്ലസ് cosec θ / cosec θ + 1 = 2 sec² θ എന്നാണ്. അപ്പം ഇതിലും നമ്മൾ LHS തന്നെ എടുക്കുക ചെയ്യുക. LHS എടുക്കുമ്പോൾ നമുക്കറിയാം എന്താ പറയുന്നത്, cosec θ / cosec θ - 1 പ്ലസ് cosec θ / cosec θ + 1 ആണ്. ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് വരും, cosec θ ഇൻറ്റു എന്ത് കിട്ടും, cosec θ + 1 പ്ലസ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ cosec θ ഇൻറ്റു cosec θ - 1 ഓൾ ഡിവൈഡഡ് ബൈ, ഇവിടെ നമ്മൾ നോക്കുക a - b a + b എന്നുള്ള പോലെയാണ്. a cosec θ, b പറഞ്ഞത് 1. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, a - b ഇൻറ്റു a + b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a² - b² എന്നാണ്. അപ്പോൾ അത് അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, cosec² θ - 1² എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ബ്രാക്കറ്റ് മാറ്റണം. അപ്പോൾ cosec θ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. cosec θ × cosec θ cosec² θ, പിന്നെ cosec θ × 1 cosec θ, ചിഹ്നം പ്ലസ് ആണ് അതുകൊണ്ട് അത് ഇട്ടു. പ്ലസ് അടുത്തത് cosec θ × cosec θ cosec² θ, ഇനി cosec θ × -1 മൈനസ് cosec θ ഡിവൈഡഡ് ബൈ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, cosec θ - cosec² θ - 1 എന്ന് പറഞ്ഞാൽ എന്താണ്, cot² θ. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം പ്ലസ് cosec θ മൈനസ് cosec θ രണ്ടും കൂടി എന്ത് ചെയ്ത് പോയി, ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ബാക്കി വരുന്നത് cosec² θ പ്ലസ് cosec² θ ആണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2 cosec² θ ബൈ എന്ത് കിട്ടും, cot² θ എന്ന് വരും. നമുക്ക് കിട്ടേണ്ടത് എന്താ, 2 sec² ആണ്. അതിനുവേണ്ടി നമ്മൾ അതിനെ മാറ്റണം. 2 × cosecനെ നമ്മൾ എന്ത് എഴുതണം, 1/sin² θ എന്ന് എഴുതി, ബൈ കോട്ടിന് എന്ത് എഴുതി, cos² θ by sin square theta എന്ന് എഴുതി.
ഇതിലെ ഈ സൈൻ സ്ക്വയർ തീറ്റയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് എന്താ പറയുന്നത് 2/cos square theta എന്നാണ്. 2/cos square theta പറഞ്ഞാൽ 2 × 1/cos square theta എന്നാണ് അർത്ഥം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 1/cos square theta എന്ന് പറഞ്ഞാൽ ആരാണ്? sec square theta ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 sec square theta ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ sin 180 plus a cos 90 minus a into tan 270 plus a all divided by cos 90 plus a into cos 360 plus a ആണ്. അപ്പോൾ നമ്മളിതിൽ ഓരോന്നിൻ്റെ വാല്യൂ ആദ്യം എഴുതണം. അപ്പോൾ നമുക്ക് sin 180 plus a എന്താണെന്ന് നോക്കാം. sin 180 plus a എന്ന് പറയുമ്പോൾ 180 പ്ലസ് എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റിലാണ് വരിക? തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ എപ്പോഴും നെഗറ്റീവാണ്. 180 ആയതുകൊണ്ട് ഫംഗ്ഷൻ മാറുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മൈനസ് സൈൻ എ എന്ന് എഴുതാം. ഇനി അടുത്തത് കോസ് 90 മൈനസ് എ ആണ്. 90 മൈനസ് എ എന്ന് പറയുമ്പോൾ എന്താണ്? 90 കണ്ടാൽ ഫംഗ്ഷൻ മാറിയിട്ട് അത് എന്തായി മാറും? സൈനായിട്ട് മാറും. സൈൻ എ കൊടുക്കുക. ഇനി ക്വാഡ്രന്റ് ഏതാണ്? നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റാണ്. അതിലെല്ലാം പോസിറ്റീവ് ആയ കാരണം ഉത്തരം എന്തെങ്കിലും പോസിറ്റീവ് ആയിരിക്കും. അടുത്തത് tan 270 പ്ലസ് എ ആണ്. 270 കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാൻ എന്തായിട്ട് മാറും? കോട്ടായിട്ട് മാറും. അപ്പോൾ കോട്ട് ചെയ്യുന്ന എഴുതുക. ഇനി ഏതാണ് ക്വാഡ്രന്റ് എന്ന് പറയാം. ക്വാഡ്രന്റ് വരുന്നത് 270 പ്ലസ് എ പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ ടാൻ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മൈനസ് കോട്ട് എന്ന് എഴുതാം. അടുത്തത് കോസ് 90 പ്ലസ് എ. 90 കണ്ടാൽ വീണ്ടും കോസ് എന്തായിട്ട് മാറും? സൈനായിട്ട് മാറും. ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവാണ്. അപ്പോൾ എന്തായാലും ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. അടുത്തത് വരുന്നത് കോസ് 360 പ്ലസ് എ ആണ്. 360 ആകുമ്പോൾ ഫംഗ്ഷൻ മാറില്ല. കോസ് തന്നെയാണ്. കോസ് എ എന്ന് പറയും. 360 പ്ലസ് എ എന്ന് പറയുന്നത് എവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റാണ്. അവിടെ എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ഉത്തരം പോസിറ്റീവ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുക്കുകയാണ്. ക്വസ്റ്റ്യനിൽ വരുന്നത് ആദ്യം സൈൻ എ 180 പ്ലസ് എ ആണ്. സൈൻ 180 പ്ലസ് എക്ക് പകരം നമ്മൾ എന്ത് എഴുതി? മൈനസ് സൈൻ എ എഴുതി. ഇൻറ്റു കോസ് 90 മൈനസ് എക്ക് പകരം എന്ത് എഴുതി? സൈൻ എ എഴുതി. ഇൻറ്റു ടാൻ 270 മൈനസ് എക്ക് പകരം എന്ത് എഴുതി? മൈനസ് കോട്ട് എ എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ എന്തെഴുതി? കോസ് 90 പ്ലസ് എക്ക് പകരം എന്ത് എഴുതി? മൈനസ് സൈൻ എ എന്ന് എഴുതി. കോസ് പിന്നെ വരുന്നത് എന്താ? കോസ് 360 പ്ലസ് എ ആണ്. കോസ് 360 പ്ലസ് എക്ക് പകരം നമ്മൾ എന്ത് എഴുതി? കോസ് എ എന്ന് എഴുതി. അപ്പോൾ മൈനസ് സൈനയും വെട്ടിപ്പോയി. സൈൻ എ ബൈ കോസ് എ എന്ന് പറയുന്നത് എന്താണ്? ടാൻ എ ആണ്. ടാൻ എ ഇൻറ്റു മൈനസ് കോട്ട് എന്ന് പറയും. ടാൻ എ ഇൻറ്റു കോട്ട് എന്ന് പറഞ്ഞാൽ ടാൻ്റെ റെസിപ്രോക്കലാണ് കൂട്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടാൻ എ ഇൻറ്റു മൈനസ് 1 എന്തെഴുതാം? ടാൻ എ എന്ന് എഴുതാം. കോട്ടിന് മൈനസ് 1 ടാൻ എ എന്ന് എഴുതാം. ഈ ടാനിൻ്റെ അതിനും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് എന്ത് കിട്ടും? -1 കിട്ടും. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരും. ടാൻ സ്ക്വയർ 60 പ്ലസ് ടാൻ സ്ക്വയർ 45ൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞത്. ഏത് വാല്യൂ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾ വന്നത് മാത്രം. അപ്പോൾ ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടാനിൻ്റെ സ്ക്വയർ ആണ്. ടാൻ 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3 ആണ്. അപ്പോൾ √3ൻ്റെ സ്ക്വയർ പ്ലസ് ടാൻ 45 പറഞ്ഞാൽ 1 ആണ്. 1ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു √3ൻ്റെ സ്ക്വയർ എത്രയാണ്? 3 പ്ലസ് ടാൻ്റെ മാത്രം ഒരു 1 വരും. ടാൻ 45 3 പ്ലസ് 1 എന്ന് പറയുന്നത് എത്ര കിട്ടും? 4 കിട്ടും. ഇങ്ങനെ ഈ വാല്യൂസ് വെച്ചിട്ട് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് ചോദിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് if tan A and B are acute angles where tan A is equal to 1/2, tan B is equal to 1/3, show that A plus B equal to π/4. π/4 എന്നാൽ നമുക്ക് 45 ഡിഗ്രീനാണ് അർത്ഥം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ π/4 ആയിരിക്കും, ചിലപ്പോൾ 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിയണം. ദെൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ tan A plus B ആണ്. A plus B ആണ് π/4 തെളിയിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ tan A plus Bയുടെ ഫോർമുല ഉപയോഗിക്കും. A minus B ആണ് π/4 തെളിയിക്കേണ്ടത് വെച്ചാൽ tan A minus Bയുടെ ഫോർമുല ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ A plus B ആയതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? tan A plus Bയുടെ ഫോർമുല ഉപയോഗിക്കുന്നു. അപ്പോൾ tan A plus B is equal to എന്താണ്? tan A plus tan B divided by 1 minus tan A tan B എന്നാണ്. എന്നിട്ട് അതൊക്കെ വാല്യൂസ് അവിടെ കൊടുക്കാം. tan A എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 പ്ലസ് tan B എത്രയാണ്? 1/3 ബൈ 1 മൈനസ് tan A 1/2 ഇൻറ്റു എന്ത് വരുന്നുണ്ട്? 1/3. ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 1/2 പ്ലസ് 1/3 ബൈ 1 മൈനസ് നമ്മൾ ഗുണിക്കുക. 1 × 1 1
2 ഇൻറ്റു 3 എത്ര കിട്ടും 6. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം 1 ഇൻറ്റു 3 3 പ്ലസ് 1 ഇൻറ്റു 2 2 ബൈ 2 ഇൻറ്റു 3 എത്ര വരും 6. അപ്പോൾ അത് കഴിഞ്ഞു. ബൈ അടുത്ത ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ ബൈ 1 ഉണ്ടെന്ന് വിചാരിക്കണം, തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 ഇൻറ്റു 6 എത്ര കിട്ടും 6 മൈനസ് 1 ഇൻറ്റു 1 എത്ര കിട്ടും 1 ബൈ 1 ഇൻറ്റു 6 6 കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യും 3 പ്ലസ് 2 പറഞ്ഞാൽ എത്രയാണ് 5 ബൈ 6 ബൈ 6 മൈനസ് 1 പറഞ്ഞാൽ എത്രയാണ് 5 ബൈ 6 കിട്ടും. 5 ബൈ 6 ബൈ 5 ബൈ 6 എത്രയാണ് 1 കിട്ടി. അപ്പോൾ നമുക്കിപ്പോൾ വന്നത് tan a പ്ലസ് ബി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി 1 ആണെന്ന് കിട്ടി. അപ്പോൾ a പ്ലസ് ബിയുടെ വാല്യൂ എത്രയെന്ന് കാണും. അപ്പോൾ ടാനിൻ്റെ ഏതിനാണ് 1 എന്നുള്ള വാല്യൂ വരുന്നത് നോക്കാം. ടാനിൻ്റെ ഏത് വാല്യൂവിനാണ് വരുന്നത് നമുക്കറിയാം. tan a പ്ലസ് ബി ഈക്വൽ ടു 1 വരണമെങ്കിൽ a പ്ലസ് ബി എത്രയായിരിക്കണം 45 ഡിഗ്രി ആയിരിക്കണം. ഓർ എന്തായിരിക്കണം π/4 റേഡിയൻ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, tan 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് 1 ആണെന്ന് കിട്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan 75 വിത്തൗട്ട് യൂസിങ് ടേബിൾസ് ആൻഡ് ഷോ ദാറ്റ് tan 75 പ്ലസ് cot 75 ഈക്വൽ ടു 4 ആണ്. അപ്പോൾ നമ്മളോട് ടേബിൾസ് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം tan 75നെ ഒന്ന് ജസ്റ്റ് മാറ്റി എഴുതാം. tan 75 is equal to tan 45 പ്ലസ് 13 എഴുതും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, tan a പ്ലസ് ബിയുടെ ഫോർമുല യൂസ് ചെയ്യും. tan a പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan a പ്ലസ് tan a tan 45 പ്ലസ് tan 30 ബൈ എന്ത് വരുന്നുണ്ട് 1 മൈനസ് tan 45 ഇൻറ്റു tan 30 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു tan 45യുടെ വാല്യൂ എത്രയാണ് 1 ആണ്. 1 പ്ലസ് tan 30 എത്രയാണ് 1/√3 ബൈ 1 മൈനസ് tan 45 1 തന്നെയാണ് ഇൻറ്റു 1/√3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1/√3 ബൈ 1 മൈനസ് 1 ഇൻറ്റു 1/√3 എത്രയാണ് 1/3 തന്നെയാണ്. ദിസ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ 1 ഉണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ 1/1 വരും. 1/1 വരുമ്പോൾ 1 ഇൻറ്റു √3 മൈനസ് 1 ഇൻറ്റു 1 1 ബൈ 1 ഇൻറ്റു √3 വരും. ദെൻ അതേപോലെ ഇവിടെ 1 ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 ഇൻറ്റു √3 മൈനസ് 1 ബൈ എന്ത് വരുന്നുണ്ട് 1 ഇൻറ്റു √3 വരുന്നുണ്ട്. ഇവിടെ പ്ലസ് ആണ്. ദിസ് ഈസ് എന്ത് വരുന്നുണ്ട് ഈ √3 കൂടി എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് √3 പ്ലസ് 1 ബൈ √3 മൈനസ് 1 കിട്ടും. ഇതിനൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ √3 മൈനസ് 1 ആണ്. അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്കുള്ള ചിഹ്നം മാറ്റിയാൽ മതി. അപ്പോൾ √3 പ്ലസ് 1 ബൈ √3 മൈനസ് 1 ആണ്. അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും √3 പ്ലസ് 1 ബൈ √3 പ്ലസ് 1 ആണ്. അപ്പോൾ ഇത് നമ്മളിനി മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്നത് നോക്കാം. പ്ലസ് 1 ഇൻറ്റു √3 പ്ലസ് 1 ആണ്. അപ്പോൾ രണ്ടും ഒരേ നമ്പേഴ്സാണ്. അപ്പോൾ a ഇൻറ്റു a എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും a² എന്ന് പറയും. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം √3 പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. താഴെ അതേപോലെ √3 മൈനസ് 1 √3 പ്ലസ് 1. നേരത്തെ ഞാനൊരു പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ ഇത് a മൈനസ് ബി, ഇതെന്ത് വരും a പ്ലസ് ബി വരും. അപ്പോൾ a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടുന്നത് ഐഡൻറ്റിറ്റി a² മൈനസ് b². അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം √3 മൈനസ് സ്ക്വയർ മൈനസ് എന്ത് എഴുതാം 1² എന്ന് എഴുതാം. ഇനി മുകളിലുള്ളത് √3 പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നുള്ളത് a പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ നമുക്ക് എന്ത് ചെയ്യാം എക്സ്പാൻഡ് ചെയ്യാം. a² പ്ലസ് 2ab പ്ലസ് b² ദാറ്റ് ഈസ് √3ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു √3 ഇൻറ്റു 1 പ്ലസ് 1² ബൈ √3ൻ്റെ സ്ക്വയർ 3 മൈനസ് 1 ദാറ്റ് ഈസ് 3 വരും. √3ൻ്റെ സ്ക്വയർ 3 പ്ലസ് 2√3 പ്ലസ് 1 ബൈ എന്തിട്ടുണ്ട് 3 മൈനസ് 1 എന്ന് പറയുന്നത് റിട്ടേൺ 2. ഇവിടെ 3യും പ്ലസ് 1 കൂടി ചെയ്താൽ 4 വരും. 4 പ്ലസ് 2√3 ബൈ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ കോമൺ ആയിട്ടുള്ള നമ്പർ വരുന്നത് 2 ആണ്. അത് പുറത്തേക്ക് എടുക്കുക. 4 2 പോയാൽ 2 വരും. പ്ലസ് എന്ത് വരും √3 ബൈ 2 എന്ന് വരും. ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 2 പ്ലസ് √3 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ എന്ത് വരുന്നത് tan 75ൻ്റെ വാല്യൂ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം cot 75 കൂടി കാണാം. cot 75 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1/tan 75 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് √3 എന്നാണ് വരിക. ഇതിനെയും നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി 1/1 പ്ലസ് √3 ഇൻറ്റു ഇതിൻ്റെയും കോൺജുഗേറ്റ് പറഞ്ഞാൽ അടുക്കുള്ള ചിഹ്നം മാറ്റാം 2 മൈനസ് √3 ബൈ 2 മൈനസ് √3 ചെയ്യാം.
അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 1 × 2 - √3 എന്ത് തന്നെയാണ് 2 - √3. ഇവിടെ വീണ്ടും നമ്മൾ a + b × a - b എന്നുള്ള ഫോമിലാണ്. അപ്പോൾ a² - b² എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും 2a² - √3ൻ്റെ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 - √3 ബൈ 2a² എത്രയാണ് 4 -√3ൻ്റെ സ്ക്വയർ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വരും. 2 - √3 ബൈ 1 വരും. പറയാം 2 - √3 ബൈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് 2 - √3 ആണ്. അപ്പോൾ cot 75ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 2 - √3 കിട്ടും. ഇനി നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് tan 75 പ്ലസ് cot 75 = 4 ആണ്. കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ tan 75 എത്ര കിട്ടി 2 + √3 കിട്ടി. cot 75 എത്ര കിട്ടി 2 - √3 കിട്ടി. -√3 + √3 പോയി. ബാക്കി എന്ത് കിട്ടും 2 + 2 എന്ത് 4 നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് sin 33 + cos 63 = cos 3 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യണം. കാരണം നമ്മൾ sin c + sin d cos c - cos d അങ്ങനത്തെ ഇക്വേഷനാണ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 കോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരുമിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് sin 33 + cos 63 = cos 3 ആണ്. അതൊന്ന് റീറൈറ്റ് ചെയ്യാം. 2 കോഴ്സ് ഒരുമിച്ച് വരുന്ന പോലെ റീറൈറ്റ് ചെയ്താലാണ് നമുക്ക് ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് എഴുതുക sin 33 = cos 3 - cos 63 എന്ന് എഴുതി. ഇവിടെ നമ്മൾ RHS എടുത്തിട്ടാണ് LHSലേക്ക് എത്തിക്കുന്നത്. കാരണം RHS cos c - cos d എന്നുള്ള ഫോർമുലയിലാണ്. cos c - cos d വരുന്ന -2 sin c + d/2 sin c - d/2 ആണ്. ഇവിടെ c എന്ന് പറഞ്ഞാൽ 3 d എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത് 63 ആണ്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ cos 3 - cos 63 എന്ന് പറയുമ്പോൾ -2 sin വരുന്നുണ്ട് 3 + 63/2 എന്താ പറയുന്നത് sin c - വരുമ്പോൾ 3 മൈനസ് വരും 3 - 63/2 വരുന്നുണ്ട്. This is equal to -2 sin 3 + 63 എത്രയാണ് 66/2. പിന്നെ എന്ത് വരുന്നുണ്ട് sin 3 - 63 - 60/2 എന്നും വരുന്നുണ്ട്. This is -2 × sin 66/2 പറഞ്ഞാൽ എത്രയാണ് 33 × sin എന്ന് കിട്ടും 60/2 പറഞ്ഞാൽ എന്താ 30 ആണ്. മൈനസ് ഉള്ളതുകൊണ്ട് -30 എടുത്തു. This is equal to -2 × sin 33 × sin -θ എന്ന് പറഞ്ഞാൽ -sin θ ആണ്. അപ്പോൾ ഇതെന്തായി മാറും -sin 30 ആവും. അടുത്ത സ്റ്റെപ്പിൽ -2 sin 33 × sin 30യുടെ വാല്യൂ 3 വരുന്നത് 1/2. അപ്പോൾ 2 കൂടി ക്യാൻസൽ ചെയ്ത് പോകും. മൈനസും കൂടി എന്താവും പ്ലസ് ആവും. ഈക്വൽ ടു എന്ത് വരും sin 33. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ട് LHS കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് sin 10 × sin 50 × sin 70 = 1/2. അപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വരുന്നത് sin 10 × sin 50 × sin 70 നമ്മൾ എടുത്തു. എന്നിട്ട് sin 10 എടുത്തു. ഇനി ഇത് നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ sin a sin b എന്നുള്ള ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. sin a sin b എന്ന് പറഞ്ഞുള്ള ഫോർമുല -1/2 × cos a + b -cos a - b എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത് a എന്ന് പറയുന്നത് എത്രയാണ് 50 ആണ്. b എന്ന് പറയുന്നത് എത്രയാണ് 70 ആണ്. 50 + 70 എന്ന് പറയുന്നത് 120 കിട്ടും. 50 - 70 എന്ന് പറയുന്നത് കിട്ടും -20. അപ്പോൾ ഫോർമുലയിൽ കൊടുക്കുമ്പോൾ എന്ത് വരുന്നുണ്ട് sin 10 × -1/2 ബ്രാക്കറ്റ് ഇടുക cos 120 - cos of -20 എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ -1/2 × sin 10 ഒരുമിച്ച് എഴുതി. ഈ cos 120 നമ്മൾ എങ്ങനെ മാറ്റി എഴുതി 180 - 60 എന്ന് എഴുതി. 180 - 60 പറഞ്ഞാൽ 120 ആണെന്ന് അറിയാം. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് cos of -θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് cos θ ആണ്. അപ്പോൾ cos of -20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് cos 20 തന്നെയാണ്. അപ്പോൾ ഈ മൈനസ് ഞാൻ ഇട്ടു. ഈ മൈനസ് ഈ ഫോർമുല ഉപയോഗിച്ച് പോകും. ഇത്രയും വന്നു. നമ്മൾ ചെയ്യുന്നത് -1/2 × sin 10 × 180 - 60 എന്ന് പറയുമ്പോൾ 180-ലാകുമ്പോൾ ഫംഗ്ഷൻ കോസ് തന്നെയാണ്. ക്വാഡ്രന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് കോസ് നെഗറ്റീവ് ആണ്. അപ്പോൾ -cos 60 - cos 20 എന്ന് കിട്ടും.
അപ്പോൾ -1/2 ഇൻറ്റു സൈൻ 10 ഇൻറ്റു കോസ് 60യുടെ വാല്യൂ നമ്മൾ അവിടെ കൊടുക്കുക. എത്രയാണ്? 1/2 ആണ്. കൂടെ മൈനസും കൂടി ഉണ്ട്. മൈനസ് കോസ് 28. ഇനി നമ്മളിതിനെ ഗുണിക്കുകയാണ്. ഈ ടേം ഇൻറ്റു ഈ ടേം ഗുണിക്കുമ്പോൾ -1/2 ഇൻറ്റു -1/2 1/4 വരും. ഈ സൈൻ 10 കൂടെ ഉണ്ട്. പിന്നെ ഈ ടേം ഇൻറ്റു ഈ ടേം ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? -1/2 സൈൻ 10 ഇൻറ്റു മൈനസ് കോസ് 20. രണ്ട് മൈനസും കൂടിയിട്ട് എന്താവും? പ്ലസ് ആവും. പിന്നെ 1/2 ഇൻറ്റു 1/2 1/2. പിന്നെ എന്ത് വരും? കോസ് 20 ഇൻറ്റു സൈൻ 10 വരും. ഇനി ഇത് അതേപോലെ എഴുതി 1/4 സൈൻ 10 പ്ലസ് 1/2. ഇവിടെ വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല സൈൻ എ കോസ് ബി എന്നുള്ളതാണ്. സൈൻ എ കോസ് ബി. അപ്പോൾ ഈ 1/2 എഴുതി. ഇനി ഈ സൈൻ എ കോസ് ബിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് 20, എ എന്ന് പറയുന്നത് എത്രയാണ്? 10ഉം ബി എന്ന് പറയുന്നത് എത്രയാണ്? 20ആണ്. അപ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 10 + 20 30 കിട്ടും. മറ്റത് 10 - 20 പറയുമ്പോൾ -10 കിട്ടും. അപ്പോൾ ഇതിൽ അതേപോലെ തന്നെ എഴുതി. ഇവിടെ വരുമ്പോൾ 1/2 എഴുതി. ഇനി 1/2 ഇൻറ്റു സൈൻ 30 പ്ലസ് സൈൻ ഓഫ് -10 എഴുതി. ഇനി നേരെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. 1/2 ഇതിന് എല്ലാത്തിനും ഉള്ളതാണ്. അതുകൊണ്ട് വിളിക്കുമ്പോൾ 1/2 ഇൻറ്റു 1/2 1/4. കൂടെ ആരും കൂടി ഉണ്ട്? സൈൻ 30 ഉണ്ട്. അതേപോലെ 1/2 ഇൻറ്റു 1/2 1/4. കൂടെ ആരും ഉണ്ട്? സൈൻ -10 ഉണ്ട്. ഇനി സൈൻ ഓഫ് മൈനസ് തീറ്റ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്താണ്? മൈനസ് സൈൻ തീറ്റ ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ സൈൻ ഓഫ് -10 എന്ന് പറയുന്നത് എന്താവും? -1/4 സൈൻ 10 ആവും. അപ്പോൾ ഈ 1/4 സൈൻ 10 -1/4 സൈൻ 10 എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി നമുക്ക് വരുന്നത് ആരും മാത്രമേ ഉള്ളൂ? 1/4 സൈൻ 30 ആണ്. അപ്പോൾ 1/4 ഇൻറ്റു സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. അതോട് കൊടുക്കുക. 1 ഇൻറ്റു 1 എത്ര കിട്ടും? 1 കിട്ടും. 4 ഇൻറ്റു 2 എന്ത് കിട്ടും? 8 കിട്ടും. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വേറെയും ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 3/5 തീറ്റ ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് ഫൈൻഡ് ഓൾ അതർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. ഇങ്ങനെയുള്ള കേസ് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ടും ചെയ്യാം, അതുകൂടാതെ ത്രികോണം വരച്ചിട്ടും ചെയ്യാം. അപ്പോൾ ത്രികോണം വരച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മട്ട ത്രികോണം വരയ്ക്കുക, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുക. ഇതിൽ ഏതിൻ്റെ അക്യൂട്ട് ആംഗിളിന് തീറ്റ കൊടുക്കുക. നമുക്കറിയാം സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ 3 ഓപ്പോസിറ്റ് സൈഡ് 5 ഹൈപ്പോട്ടന്യൂസ് ആണ്. ബേസിന് കണ്ടുപിടിക്കും. നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ, ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസ് സ്ക്വയർ നമുക്ക് അറിയില്ല ബേസ് സ്ക്വയർ എന്നുള്ളത്, അതവിടെ തന്നെ അതേപോലെ തന്നെ എഴുതാം. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്തായാലും 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്നിട്ടും 5 സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ എത്രയാണ്? 25 ആണ്. പ്ലസ് 3 സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -3 സ്ക്വയർ ആവും. 3 സ്ക്വയർ എത്രയാണ്? 9 ആണ്. അപ്പോൾ 25 - 9 എന്ന് പറയുന്നത് 16 കിട്ടും. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? √16 കിട്ടും. തൽക്കാലം നമ്മൾ +4 എടുത്താൽ മതി. ഇനി ക്വാഡ്രന്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത് മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ വശങ്ങളും ആയി. ഇനി സൈൻ തീറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ കോസ് തീറ്റ നമുക്കറിയാം. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഏതാ കിടക്കും നോക്കുക? 4/5 എന്ന് എഴുതാം. ഇനി വേണ്ടത് തീറ്റ ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആര് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? സൈനും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. സൈൻ പോസിറ്റീവ് ആകുമ്പോൾ കൊസീക്ക് ഓൾറെഡി പോസിറ്റീവ് ആവും. ബാക്കിയുള്ള എല്ലാവർക്കും നിങ്ങൾ എന്ത് ചിഹ്നം ഇട്ട് കൊടുക്കുക? നെഗറ്റീവ് ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ കോസ് തീറ്റ കിട്ടി. ഇതേപോലെ അടുത്ത് ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? 3. അഡ്ജസൻറ്റ് സൈഡ് ഏതാ? 4. ഇവിടെയും സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ എന്ത് കൊടുക്കണം? നെഗറ്റീവ് ചിഹ്നം കൊടുക്കണം. അപ്പോൾ സൈനും കോസും ടാനും കിട്ടി. ഇതിനൊക്കെ തലതിരിച്ചിട്ടാൽ ബാക്കിയുള്ളത് എല്ലാതോ. അപ്പോൾ ബാക്കി ഏതാ പറയുന്നത്? കൊസീക്ക് തീറ്റ. കൊസീക്ക് തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? സൈൻ തലതിരിച്ചിട്ട് എന്ത് കിട്ടും? 5/3 എന്ന് കിട്ടും. ഇനി സീക്ക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടണം? കോസിനെ തലതിരിച്ചിട്ടുണ്ട്. കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നു. അപ്പോൾ സീക്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടും? 5/4 കിട്ടും. ഏത് ചിഹ്നം കൊടുക്കണം? നെഗറ്റീവ് ചിഹ്നം കൊടുക്കണം. അതായത് അടുത്തത് എന്ത് വരുന്നത്? കോട്ട് തീറ്റ. കോട്ട് തീറ്റ പറഞ്ഞാൽ ടാനെ തലതിരിച്ചിട്ട് എന്ത് കിട്ടും? കോട്ട് തീറ്റ കിട്ടും. ടാൻ തീറ്റ -3/4 ആയിരുന്നു. ഇത് തലതിരിച്ചിട്ടുമ്പോൾ എന്ത് കിട്ടും? 4/-3 കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാതും കിട്ടും.